സംസ്ഥാനത്തെ ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉന്നയിച്ച നിരന്തരമായിട്ടുള്ള വാർത്താ പരമ്പരകളോട് സർക്കാരിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ലേ, മിണ്ടുന്നില്ലേ, മൗനത്തിന്റെ വാൽമീകത്തിലാണ് എന്നുള്ള ആരോപണങ്ങൾ പരക്കെ ഉയർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകില്ല. അടിയന്തര പ്രമേയത്തിന് റോജി എം ജോണിനെ കൊണ്ട് നോട്ടീസ് കൊടുത്തതിന് ശേഷം ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നൽകില്ല എന്ന പ്രതീക്ഷയോട് കൂടിയാണ് പ്രതിപക്ഷം ചെന്ന് കയറിക്കൊടുത്തത്. പക്ഷെ സംഭവിച്ചത് മറിച്ചൊന്നായിരുന്നു. ഒരു തരം സിനിമാ സ്റ്റൈൽ പ്രതികരണം. ഓർഡർ റൂൾ 50 നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് മർദ്ദിച്ചതായും സംസ്ഥാനത്ത് പോലീസ് ലോക്കപ്പ് മർദ്ദനത്തിന്റെ പരാതികളും തെളിവുകളും പുറത്തു വന്നിട്ടും പോലീസുകാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുവാൻ തയ്യാറാകാത്തതുമായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ റോജി എം ജോൺ, KPA മജീദ്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഈ പ്രശ്നം പുറത്തു വന്നപ്പോൾ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മാധ്യമങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നതായി കണ്ടു. ചിലർ ദിവസങ്ങളോളം ഇതിനുവേണ്ടി സ്പേസ് മാറ്റിവെച്ചു. ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകമായ രീതിയിൽ തന്നെ ആളുകളെ ക്ഷണിച്ചു വരുത്തി ചർച്ച ചെയ്യുന്ന നിലയുണ്ടായി. അങ്ങനെ സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായതുകൊണ്ട് നമുക്കും ചർച്ച ചെയ്യുന്നതാണ് നല്ലത്. താങ്ക് യു. ഓർഡർ ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസിലെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന്മേൽ ചർച്ചയാകാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സംബന്ധിച്ച് ചട്ടം 55 അനുസരിച്ചുള്ള ഉപക്ഷേപം 12 മണിക്ക് ചർച്ചയ്ക്കെടുക്കുന്നതാണ്. 2 മണിക്കൂറായിരിക്കും ചർച്ച. ഓർഡർ ആര് തേഞ്ഞു? പ്രതിപക്ഷവും മാധ്യമങ്ങളും തേഞ്ഞു. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലുണ്ടായ ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി സമയം മാറ്റിവെച്ച് ഈ വിഷയത്തിൽ ഊന്നി നിന്ന് ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ, പൊതുസമൂഹവും ആ വിഷയം ഏറ്റെടുത്ത സാഹചര്യത്തിൽ നമുക്കും ആ വിഷയം അങ്ങ് ചർച്ച ചെയ്യാമെന്ന്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ നടന്ന ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാട്ടുകാർ കൂടി അറിയട്ടെന്നേ, സഭാരേഖകൾ കൂടി ആയി മാറട്ടെന്നേ. ചരിത്രം പരിശോധിക്കുന്നവർക്ക് ഇന്നിപ്പോ ഉണ്ടാക്കിവിട്ട ആരോപണവുമായി ബന്ധപ്പെട്ട് നിയമസഭാ ചർച്ചാ രേഖകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടാകട്ടെ, അതിന് ഒരു തെളിവുണ്ടാക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ് വിഷയത്തെ 12 മണിക്ക് സഭ നിർത്തിവെച്ച് 2 മണിക്കൂർ ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചത്. സ്വപ്നത്തിൽ പോലും ഇവർ കരുതിയിരുന്നില്ല ഇങ്ങനൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന്. കാര്യം, കഴിഞ്ഞ കുറെ ദിവസമായി മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മിണ്ടുന്നില്ലേ എന്നുള്ള മുറവിളി ഉയർത്തിയിരുന്നു. ആ മുറവിളികൾക്കെല്ലാം കൂടി പ്രതിപക്ഷത്തിന് ഈ വിഷയവുമായി ഉന്നയിക്കേണ്ട സകലമാന വിമർശനങ്ങളും കേട്ടതിന് ശേഷം അതിന് കൃത്യം മറുപടി പറയാൻ തന്നെയാണ് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയന്റെ തീരുമാനം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്നലകളിൽ കേരളത്തിലെ കസ്റ്റഡി മർദ്ദനത്തിന്റെ ഇരകൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി അനുഭവ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാനുണ്ടാവും. കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നുള്ള നിലയ്ക്ക് പോലീസ് ആകമാനം ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാക്കുന്നു എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി ആ വകുപ്പിന്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിക്കുകയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും കൂടി ഗൂഢ പദ്ധതിയിട്ടത്. അതിന് ഒരു ചരമക്കുറിപ്പ് എഴുതുന്ന രീതിയിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം മാധ്യമങ്ങളും ഉന്നയിച്ച സകലമാന വിഷയങ്ങളെയും ഇഴകീറി പരിശോധിക്കുന്ന മണിക്കൂറുകളാണ് കടന്നു വരാൻ പോകുന്നത്. ആരാണ് ആ വിഷയത്തിൽ ഒളിപ്പിക്കാൻ ഒന്നുമില്ലാതെ ഇത്രയും ദിവസം പോലീസ് സേനയിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗൗരവതരമായ ചർച്ചയാകാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ ഒളിവും മറവുമില്ലാതെ അവതരിപ്പിക്കാൻ സർക്കാർ മുന്നോട്ട് വരുമ്പോൾ ബാക്ക് ഫുട്ടിലായിപ്പോയത് സതീശനും സംഘവുമാണ്. കാര്യം, ഈ സഭാ സമ്മേളനത്തിലെ അവരുടെ ഏറ്റവും വലിയ വജ്രായുധമായിരുന്നു കുന്നംകുളത്തെ സുജിത്ത് എന്ന ഇരയുടെ ആ CCTV ദൃശ്യം. ചർച്ച വരാൻ പോകുന്നു. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഗ്രൗണ്ടിൽ കാണാം.